ഭാഗങ്ങളിലായി പാക്കുന്ന പാവങ്ങളുടെ ആശ്രയമായ കാലങ്ങളായി കിഴക്കേത്തല തരിശ് കൽക്കുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് CPM തരിശ് ചേരി കൽക്കുണ്ട് ബ്രാഞ്ച് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കിഴക്കേത്തല ടൗൺ ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെയിംസ് മാസ്റ്റർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. സജാദ് ഹുസൈൻ, വിജയൻ പുല്ലുവിള, OP അബൂബക്കർ, ഗോപാലകൃഷ്ണൻ, ഷീന ജിൽസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഉപരോധ സമരക്കാരെ കരുവാരകുണ്ട് പോലീസ് ഇടപെട്ട് അധികൃതരുമായി പ്രശ്നം ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാമെന്ന വ്യവസ്ഥയിൽ സമരം അവസാനിപ്പിച്ചു. ഓട്ടോറിക്ഷകൾ പോലും ഓട്ടം പോകാൻ മടിക്കുന്ന തരത്തിൽ ദുഷ്കരമായ റോഡുകൾ ഉടൻ ശാശ്വതമായ പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ കൂടുതൽ ശക്തമായ ഉപരോധ സമരം വീണ്ടും തുടങ്ങുമെന്ന് സമര നേതാക്കൾ പ്രഖ്യാപിച്ചു. CPM പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് സമരത്തിന് ഇറങ്ങുന്നതറിഞ്ഞ് താൽക്കാലികമായി പാറപ്പൊടിയിട്ട് കുഴികളടച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തടി തപ്പാൻ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാതല, ത്രിതല പഞ്ചായത്തുകളും സംസ്ഥാന ഭരണവും കൈവശമുള്ള UDFനെ അനുവദിക്കില്ലെന്നും കഴിഞ്ഞ 4 നൂറ്റാണ്ടായി MLA ആയിരുന്ന മന്ത്രി അനിൽകുമാർ ഈ നാടിൻ്റെ ഗതാഗത ദുരിതം കാണാതെ ഒഴിഞ്ഞു മാറരുതെന്നും പഞ്ചായത്തിലെ താറുമാറായ മുഴുവൻ റോഡുകളും റീടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി CPM മുന്നോട്ടു പോകുമെന്നും പ്രാസംഗികർ പറഞ്ഞു. വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇത് കേവലം ഒരു കൽക്കുണ്ട് റോഡിന്റെ മാത്രം പ്രശ്നമല്ല. നമുക്കറിയാം, പാന്ത്ര മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ്. കുട്ടത്തി റോഡിലേക്കുള്ള യാത്ര അതിനേക്കാൾ ദുഷ്കരമാണ്. ഇങ്ങനെ ജില്ലാ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇത്തരത്തിലുള്ള റോഡുകൾ ഗതാഗത യോഗ്യമാക്കേണ്ടത് അവരുടെ ചുമതലയാണ്. നാളിതുവരെ ഈ സംവിധാനം കൈയടക്കി വെച്ചിരിക്കുന്ന അതിന്റെ ഭരണകർത്താക്കൾ, അതിന്റെ നേതാക്കൾ ഇത്തരം വിഷയങ്ങളിലേക്ക് യാതൊരു താല്പര്യവും കാണിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിന്റെ ഭരണസമിതി ഇത്തരത്തിലുള്ള കരാറുകൾ കൊടുത്തിരിക്കുന്നത് ചില ഏജൻസികൾക്കാണ്. കരാറുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ബിനാമികളായി 4-5 കരാറുകാർ ഏജൻസികളായി അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്കാണ് ഈ വർക്ക് കൊടുക്കുക. ടെൻഡറോ മറ്റോ നടപടികളോ ഒന്നുമില്ലാതെ അത്തരത്തിൽ വർക്ക് കൊടുത്തതിന്റെ ഭാഗമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമില്ലാത്തവരും നല്ല രീതിയിൽ വർക്ക് നടത്താത്ത ആളുകളുമൊക്കെ ഇതിന്റെ കരാർ ഏറ്റെടുത്തതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും, വ്യാപാരികൾക്കും അതുപോലെ തന്നെ മറ്റ് കാൽനട യാത്രക്കാർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം. ഇത് നമ്മുടെ നാടിന് വേണ്ടിയാണ് എന്നുള്ള ഒറ്റ കാര്യം മനസ്സിലോർത്തുകൊണ്ട് അതിന് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നമ്മൾക്കറിയാം, നമ്മളുടെ ഒരു സൂചന പണിമുടക്ക് എന്ന പോലെയാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു സമരം സംഘടിപ്പിച്ചത്. പെട്ടെന്നുണ്ടായ ഒരു സമരം തന്നെയാണ്. മുൻകാലങ്ങളിൽ പലരും പറയുന്നുണ്ട് നമ്മുടെ കൽക്കുണ്ട് റോഡ് ശോചനീയം തന്നെയാണ് എന്നാണ് പറയുന്നത്. എങ്കിലും ശോചനീയമായ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫ്ലഡും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ നമുക്ക് സംസ്ഥാന തലത്തിൽ ഫണ്ടുകൾ വരികയും അത് നമ്മുടെ റോഡിലേക്ക് വെക്കുകയും കൊല്ലം പണിയെടുക്കുകയും ചെയ്യുന്ന ഒരു റോഡാണ് കൽക്കുണ്ട് റോഡ്. എന്നാൽ ഇത്രയും ശോചനീയമായ ഒരവസ്ഥ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് തർപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. 10 കൊല്ലമായിട്ട് ഞാൻ പ്രതിനിധീകരിച്ച ഒരു വാർഡാണ് കൽക്കുണ്ട്. ഇത്രയും ആ കിട്ടുന്ന ഫണ്ടുകൾ, മെയിൻ്റനൻസ് ഫണ്ടുകൾ നമ്മൾ കൽക്കുണ്ട് റോഡിലോട്ട് വെച്ച് പൊട്ടിപ്പളഞ്ഞ ഭാഗങ്ങൾ വൃത്തിയാക്കി കൊണ്ടുവന്നിരുന്ന സമയങ്ങളിൽ ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ്, ഇതിലേക്ക് ജില്ലാ പഞ്ചായത്ത് അറിയാതെ ഫണ്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ള കർക്കശമായ നിയമം ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ടായതിന്റെ ഫലമായിട്ട് നമ്മൾക്കതിലേക്ക് ഫണ്ടുകൾ വെക്കാനുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും എങ്കിൽ നമ്മൾ വെച്ച ഫണ്ട് 5 ലക്ഷം രൂപ കുണ്ടും കുഴിയും അടയ്ക്കുന്നതിന് വേണ്ടി നമ്മളൊരു 5 ലക്ഷം രൂപ കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ വെച്ചിരുന്നു. ആ ഫണ്ട് എവിടെ വെക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ചർച്ചകൾ മാമ്പറ്റ ഒരു മദ്രസയിൽ കൂടി നമ്മൾ ചർച്ചകൾ ചെയ്തു. ആ ചർച്ചയിൽ അത് കുണ്ടും കുഴി അടയ്ക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോയപ്പോഴാണ് നമുക്ക് സംസ്ഥാനത്ത് നിന്ന് 45 ലക്ഷം രൂപ ഈ റോഡിലോട്ട് വരികയും അതും ഇതും കൂടി ക്ലബ് ചെയ്ത് നമുക്ക് മൊത്തം റോഡ് നന്നാക്കാമെന്ന തീരുമാനത്തിലൂടെ ആ ഫണ്ടും കൂടെ നമ്മുടെ കപ്പിലാത്തോട്ടം
5 ലക്ഷം രൂപയുടെ വർക്കും അവിടെ വരെ 45 ലക്ഷം രൂപയുടെ വർക്കും, മുക്കട്ട മുതൽ കപ്പലാന്തോട്ടം വരെ 45 ലക്ഷം രൂപയുടെ വർക്കും എന്ന് പറഞ്ഞുകൊണ്ട് എസ്റ്റിമേറ്റ് എടുക്കുകയും അത് ടെൻഡർ സരി എടുക്കുകയും ചെയ്ത് വർക്ക് പുനരാരംഭിക്കേണ്ട സമയത്താണ് നമുക്കവിടെ ജലനിധിയുടെ പൈപ്പ് കയറേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പൊ ജലനിധിയുടെ പൈപ്പ് കയറിയതിന് ശേഷം നമ്മൾക്ക് ഈ പണി നടത്താമെന്ന വാക്കില് ഡിസംബറോടുകൂടി ജലനിധിയുടെ പൈപ്പ് കയറലും പണികളും എല്ലാം കഴിഞ്ഞു. ഇന്നിപ്പം ആഗസ്റ്റ് മാസം വരെ ആകുന്നവരെ കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ലാതെ എല്ലാ വർക്കുകളും ആ 45 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയുടെ ടെൻഡറും നടപടികളും പൂർത്തിയാക്കിയിട്ട് ഇത്രയും കാലം ഈ റോഡില് പ്രവൃത്തി നടത്തേണ്ടത് ആ വാർഡിലെ മെമ്പറുടെ ഉത്തരവാദിത്തം തന്നെയാണ്. എങ്കിൽ ഇലക്ഷൻ സമയത്ത് ആ വാർഡിലെ മെമ്പർ തന്നെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഈ ദുരവസ്ഥ ഞാൻ മാറ്റിത്തരുന്നതാണ്, 2 മാസം എനിക്ക് കിട്ടിയാൽ മതി എന്ന് ആ ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിച്ച് നടന്നതായിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക്